കൊടുങ്ങല്ലൂർ നഗരത്തിൽ വാഹന പാർക്കിംഗ് കീറാമുട്ടിയായി മാറി. തിരക്കേറിയ നഗരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ പലതിലും പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ തങ്ങളുടെ വാഹനങ്ങൾ റോഡരികിലാണ് നിർത്തിയിടുന്നത്. എന്നാൽ ഇത്തരത്തിൽ നിർത്തുന്ന വാഹനങ്ങൾക്ക് പോലീസ് പിഴ ചുമത്തുന്നത് പതിവാണ്. വർഷങ്ങൾക്ക് മുൻപ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വടക്കേനട മുതൽ ചന്തപ്പുര വരെയുള്ള പ്രദേശത്ത് റോഡരികിലെ പാർക്കിങ്ങിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വ്യാപകമായ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് പാർക്കിംഗ് നിരോധനത്തിൽ ഇളവ് വരുത്തി. എന്നാൽ പലപ്പോഴും പോലീസ് വാഹന ഉടമകൾക്ക് പിഴ ചുമത്തുന്നുണ്ട്. മുഗൾ മാളിന് സമീപം വ്യാപാര സ്ഥാപനം നടത്തുന്ന നജീബ് തന്റെ സ്ഥാപനത്തിന് മുന്നിൽ വാഹനം നിർത്തിയതിന് പോലീസ് 4 വട്ടം പിഴ ഈടാക്കിയ സംഭവമുണ്ടായി. 3 പ്രാവശ്യം ഇതിനു മുമ്പ് ഫൈൻ അടിച്ചു. അങ്ങനെ മർച്ചന്റ് വഴിക്ക് നമ്മൾ പോലീസ് ഓഫീസറെ പോയി കണ്ടു. അപ്പോൾ അതിനുശേഷം കുറച്ച് നാളത്തേക്ക് ഫൈൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 26-ാം തീയതി വീണ്ടും വണ്ടിക്ക് ഫൈൻ അടിച്ചിരിക്കുകയാണ്. ഈ വണ്ടി കിടക്കുന്നത് കടയുടെ മുമ്പിൽ ഉള്ള പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. മുമ്പ് പണിതിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു കൃത്യമായ രീതിയിലുള്ള പാർക്കിംഗ് ഇല്ലാതെയാണ് കൊടുങ്ങല്ലൂർ ഉള്ളത്. അപ്പോൾ നമ്മുടെ കടയുടെ മുമ്പിൽ തന്നെ ഉള്ള വണ്ടികൾക്കാണ് ഈ ഫൈൻ അടിക്കുന്നത്. ഇത്തരം ഫൈനടി കാരണം വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്ന കച്ചവടക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം കുറയുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. ഇത്തരത്തിൽ നിരവധി പേർക്കാണ് പോലീസ് പിഴ ചുമത്തുന്നത്. പോലീസിന്റെ പിഴ ഭയന്ന് പലരും നഗരത്തിലേക്ക് വാഹനം കൊണ്ടുവരാൻ മടിക്കുന്ന നിലയാണുള്ളത്. നഗരത്തിന് പുറത്തേക്ക് കച്ചവടം വഴിമാറുന്ന അവസ്ഥ ഉടലെടുക്കുമ്പോൾ പാർക്കിംഗ് നിരോധനം കൊടുങ്ങല്ലൂരിന് തലവേദനയായി മാറുകയാണ്. TCV കൊടുങ്ങല്ലൂർ.